ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന കുറച്ച് സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മെസ്സേജ്, കോള് ഇങ്ങനെയെല്ലാം അവരിങ്ങോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ നിങ്ങളെ കാണാനുള്ള എഫേർട്ടും അവരെടുക്കുന്നുണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള എഫേർട്സ് ഒക്കെ അവരെടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ മെസ്സേജ്, കോള് തന്നെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വിളിക്കുക, നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, നിങ്ങളുടെ വിഷമങ്ങളിൽ പങ്കുചേരുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ മാത്രം ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങളെ കാണാൻ വേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് അവർ ശരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുക. സോ ഇത്തരത്തിലുള്ള കോൾ, മെസ്സേജ്, അതുപോലെ തന്നെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുന്നു, ഇങ്ങനെയുള്ള എഫേർട്സ് ഒക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഒന്നാമത്തെ സൈനായിട്ട് എടുക്കാം, നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ശരിക്കും അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്താണെങ്കിലും എഴുന്നേൽക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുക. അവർ മിസ് ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റിൽ ഏറ്റവും ഫ്രണ്ടിൽ, ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നുണ്ടാവുക ചിലപ്പോൾ നിങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഇത് അവർ തന്നെ തുറന്ന് നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവരെപ്പോഴും ഇങ്ങനെ തുറന്ന് പറയുന്ന ആളുകളായിരിക്കില്ല. അങ്ങനെ മിസ് ചെയ്യുന്നുണ്ട് എന്നവർ പറയുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഗേൾസിന്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയ രീതിയിൽ അവരെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജ് അയക്കും, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷേ പുരുഷന്മാർ അങ്ങനെയല്ല. അത്രത്തോളം ഒരുപാട് മിസ് ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അത്രയും ആകുമ്പോഴാണ് ശരിക്കും അവരുടെ മനസ്സിൽ നിന്ന് അത് പുറത്തു വരിക എന്നുള്ളതാണ്. സോ അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ശരിക്കും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മീൻസ് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നീ എവിടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പോകുന്നത്, ആരുടെ കൂടെയാണ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും അവർ അന്വേഷിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദിക്കുന്നത് സംശയത്തിന്റെ പുറത്താണ്, ടോക്സിക് ആയിട്ടുള്ള ആളുകളൊക്കെയാണെന്നുള്ളത്. ശരിയാണ്, ഒരുപാട് ഓവറായിട്ട് ചോദിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. പക്ഷെ സാധാരണ ശരിക്കും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. അതായത് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ എവിടേക്കാണ് നീ പോകുന്നത്, എന്തിനാണ് നീ പോകുന്നത്, അല്ലെങ്കിൽ നീ ആരുടെ കൂടെ പോകുന്നത്, ഒറ്റയ്ക്കാണോ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അതൊരു തരത്തിൽ കരുതലായിട്ട് നമുക്ക് കാണാം എന്നുള്ളതാണ്. പക്ഷെ ഓവറായാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിലും ആത്മാർത്ഥമായ സ്നേഹമാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ അതിൽ കാണാനായിട്ട് കഴിയും. അതായത് നമ്മളെ ശരിക്കും ഇഷ്ടമല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും അവർക്കൊരു കുഴപ്പമില്ല, ആരുടെ കൂടെ പോയാലും കുഴപ്പമില്ല, ഇനി ഒറ്റയ്ക്കാണോ നോ പ്രോബ്ലം, അല്ലെങ്കിൽ എന്തിനു പോയാലും അവർക്കൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. അത് ചോദ്യം ചെയ്യില്ല, അവർ അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കേണ്ടാവില്ല. നമ്മൾ പുറത്ത് പോകുന്നുണ്ടോ, ഓക്കെ പോയിട്ട് വരും എന്നുള്ള രീതി മാത്രമായിരിക്കും. പക്ഷേ എവിടെ പോകുന്നു അല്ലെങ്കിൽ എന്തിനു പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കെയർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഓവറായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നല്ലതല്ല. അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, അവർ നിങ്ങൾ ഒരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ പോവാം. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചോദ്യം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു, പക്ഷെ അതൊരിക്കലും കൺട്രോൾ ആയിരിക്കില്ല. നീ പോവരുത്, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കില്ല അവർ പറയുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് എപ്പോഴും അവർ തരുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കാം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് ഒരു ഇതിൽ തന്നെ നിർത്തണം എന്ന് അവർ എപ്പോഴും വിചാരിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അവരെന്നുള്ളതാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യാൻ, മീൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം എന്തെങ്കിലും കാര്യത്തിൽ അവരിങ്ങനെ നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ശാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതൊരു തരത്തിൽ കൺട്രോളിങ് ആണ്. സോ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ അവരും അങ്ങനെ തന്നെയാണ്, റെസ്പെക്റ്റോടുകൂടി നിങ്ങളോട് സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല റിലേഷൻഷിപ്പാണ്. മാത്രമല്ല അവർ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എത്ര തിരക്കാണ് അവരെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് യാതൊരു മടി ഉണ്ടായിരിക്കില്ല. ചില ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് തീരെ സമയം ഉണ്ടായിരിക്കില്ല, ഭയങ്കര വർക്ക് പ്രഷർ ആയിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടായിരിക്കും. അങ്ങനെ എത്ര ജോലി ഉണ്ടെങ്കിലും എന്തൊക്കെ ചെയ്യാനുണ്ടെങ്കിലും അവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താനോ നിങ്ങളെ ഹാപ്പി ആക്കാനോ വേണ്ടി ശ്രമിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. ഇത് ശരിക്കും നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രം ചെയ്യുന്ന കുറച്ച് കാര്യമാണ്.
അതായത് അവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അവർ മാത്രമാണ് എത്ര തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി നമ്മൾ ആലോചിക്കുകയും നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തുകയും ചെയ്യുന്നത്. സോ ഇവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ ഇത്രത്തോളം തിരക്കായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും മറ്റൊന്നല്ല, നിങ്ങളെ അവർ ശരിക്കും സിൻസിയർ ആയിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയും പോയിന്റ്സുകൾ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അവർക്ക് നിങ്ങളോടുള്ളത് എങ്ങനെയുള്ള പ്രണയമാണ് എന്നുള്ളത്. സോ യഥാർത്ഥമായി പ്രണയമാണെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ തിരിച്ചും അതേപോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് അവരെയും അങ്ങനെ തന്നെ സ്നേഹിക്കുക, ആ സ്നേഹം എപ്പോഴും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങളോട് അവരെങ്ങനെ പെരുമാറുന്നു, നിങ്ങളെ എങ്ങനെ അവർ ട്രീറ്റ് ചെയ്യുന്നു, അതേ രീതിയിൽ തിരിച്ചും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരുടെയും റിലേഷൻഷിപ്പും വളരെ മനോഹരമായിട്ട് എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്